അപ്പോൾ നമ്മൾ മൊഡ്യൂൾ 5 ആണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളോട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ലോറൻസ് സീരീസ് വെച്ചുകൊണ്ട് ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ടാവും. ലോറൻസ് സീരീസ് വെച്ചുകൊണ്ട് എക്സ്പാൻഷൻ നടത്താനായിരിക്കും നിങ്ങളോട് പറയുന്നത്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ നോക്കിക്കേ, എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് ഇസഡ് ഡിവൈഡ് ബൈ ഇസഡ് പ്ലസ് 1 ഇൻറ്റു ഇസഡ് പ്ലസ് 2 in Lorentz series about z is equal to minus 2 in the region 0 less than mod z plus 2 less than 1. അപ്പോൾ നിങ്ങൾ ആദ്യം ലോറൻസ് സീരീസ് ആണെന്ന് മനസ്സിലാക്കുക. പിന്നെ ഇവിടെ എബൌട്ട്, ഇവിടെ നോക്കിക്കേ, എബൌട്ട് z is equal to minus 2 എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് എന്താണ്, ഇസഡ് പ്ലസ് 2 വേണം നിങ്ങൾ എക്സ്പാൻഷൻ പോവാനായിട്ട്. അതാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കേ, നമുക്ക് ഇവൻ്റെ ഡിഗ്രി 1ഉം ഇവൻ്റെ ഡിഗ്രി എന്താ 2ആ. അങ്ങനെ വരുമ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു, നമ്മൾ എന്ത് യൂസ് ചെയ്യണം, പാർഷ്യൽ ഫ്രാക്ഷൻ യൂസ് ചെയ്യണം. അതായത് ഇസഡ് ബൈ ഇസഡ് പ്ലസ് 1 ഇൻറ്റു ഇസഡ് പ്ലസ് 2 അങ്ങനെ തന്നെ എഴുതുക. എന്നിട്ട് എ ബൈ ഇത് കൊടുക്കുക പ്ലസ് ബി ബൈ ഇത് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഇസഡ് ഈസ് ഈക്വൽ ടു z is equal to a into z plus 2 plus b into z plus 1. എന്നിട്ട് ഇപ്പോൾ ഇസഡിന് ഞാൻ -2 കൊടുക്കുകയാണെങ്കിൽ ഈ ടേം ഇല്ലാണ്ടായി പോയില്ലേ, -2 plus 2 എന്ന് പറയുമ്പോൾ ഈ ടേം ഇല്ലാണ്ടായി പോകും, റിമൈനിങ് ഈ ടേമാ കാണുള്ളൂ. അപ്പോൾ ഇവിടെ -2 കൊടുക്കുമ്പോൾ എന്ത് വരും, -2 plus 1 എന്ന് പറയുന്നത് മൈനസ് ബി. അപ്പം മൈനസ് ബി ഈക്വൽ ടു -2. അപ്പം ബി എന്ന് പറയുന്നത് എന്താ, 2. നമ്മൾ ആ പാർഷ്യൽ ഫ്രാക്ഷൻസ് പഠിച്ചില്ലേ, അതാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ബി കിട്ടി. നമുക്ക് എ വേണ്ടേ, എ കിട്ടാനായിട്ട് നമ്മൾ ഈ ബിയുടെ സ്ഥാനം എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി ഇസഡിനൊരു -1 കൊടുത്താൽ -1ഉം 1ഉം 0 ആയി പോവും. ഇവിടെ -1 കൊടുത്താൽ 1a ഈസ് ഈക്വൽ ടു -1, ദാറ്റ് മീൻസ് എ ഈസ് ഈക്വൽ ടു -1. ഇനി നമ്മൾ എന്ത് ചെയ്തു, ഇവിടേക്ക് ഇട്ട് കൊടുക്കും. അപ്പോൾ ഇതുപോലൊരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ ലോറൻസ് സീരീസ് ചെയ്യുന്നതിന് മുന്നായിട്ട് നമ്മൾ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തിയേക്കുന്നതാണ് ഇത്രയും. ഇതാണ് നിങ്ങൾ സ്റ്റെപ്പ് 1. ചിലതൊക്കെ ഇപ്പോൾ ഇങ്ങനെ ചെയ്യേണ്ടി വരത്തില്ല. ഓക്കെ, ചില കേസുകളിൽ മാത്രമാണ് ഇതിലേക്ക് പോകുന്നുള്ളൂ. അപ്പോൾ ആ കേസുകൾ ഏതാണെന്ന് മനസ്സിലായല്ലോ. ഇവിടുത്തെ ഡിഗ്രിയും എന്താണ് ഡിഫറെൻ്റ് ആയിട്ട് വരുമ്പോൾ, ഇവിടെ ഡിഗ്രി 1, ഇവിടെ ഡിഗ്രി ഇത് 1, അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ 1 + 1 2. ഓക്കെ, ഇനി ഇവിടെ പ്ലസ് ആണെങ്കിൽ എന്താണ്, പ്രശ്നമൊന്നുമില്ല. കാരണം ഇതിൻ്റെ ഡിഗ്രി 1 ആണ്, പ്ലസിൻ്റെ ഇപ്പുറമുള്ള ഇതിൻ്റെ ഡിഗ്രി 1, ഇതിൻ്റെ ഡിഗ്രി 1, അപ്പോൾ പ്രശ്നമില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ എവിടെയാണ് പാർഷ്യൽ ഫ്രാക്ഷൻ യൂസ് ചെയ്യുന്നതെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇനി നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ഇങ്ങനെ കിട്ടി. ഓക്കെ, ചില കേസിലാണ് ഇങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് വേണ്ടി വരുള്ളൂ. അങ്ങനത്തെ ഇല്ലാത്ത പ്രശ്നങ്ങളാണെങ്കിൽ ആ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. ഇനി അപ്പോൾ ഇങ്ങനെ എഴുതി. ഇനി നമുക്ക് എന്താ വേണ്ടത്, ഇവിടെ നോക്കിക്കേ, നമുക്ക് z ഈസ് ഈക്വൽ ടു -2. നമുക്ക് എന്തിലാണ് എക്സ്പാൻഷൻ വേണ്ടത്, z പ്ലസ് 2ലാണ് എക്സ്പാൻഷൻ വേണ്ടത്. ഇവിടെ നോക്കിക്കേ, z പ്ലസ് 1 അല്ലേ കിടക്കുന്നത്, ഇവിടെ z പ്ലസ് 2 കിടക്കുന്നത്. അപ്പോൾ ഇവനെ നമ്മൾ സേഫായിട്ട് മാറ്റി നിർത്തി. അവനൊന്നും ചെയ്യാൻ പോകണ്ട, അത് അങ്ങനെ തന്നെ നിന്നോളണം. ഇവനെ നമ്മൾ ഇനി എന്ത് ചെയ്യണം, നമുക്ക് z പ്ലസ് 2 ആണ് വേണ്ടത്. ഇവിടെ എന്തുണ്ട്, z പ്ലസ് 1 ഉണ്ട്. ഇനി ഒരു 2 കിട്ടാൻ എന്ത് ചെയ്താൽ മതി, ഒരു +1 ആഡ് ചെയ്യുക, പിന്നെയോ ഒരു -1 കൊടുക്കുക. ആഡ് ചെയ്യുമ്പോൾ ഒരു മൈനസും കൊടുക്കണമല്ലോ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഇതിനെ നമ്മൾ ഒന്നിച്ചെഴുതി z പ്ലസ് 2 -1. അങ്ങനെയാണ് ഈ സ്റ്റെപ്പ് കിട്ടി. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾ നോക്കുക, z പ്ലസ് 2ലേക്കാണ് വേണ്ടത്. അത് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണം എന്ന് ചിന്തിക്കുക. ഓക്കെ, ആ ഒരു പ്രോസസ്സുള്ളൂ. അത് കഴിഞ്ഞ സംഭവം ഈസിയാണ്. അപ്പോൾ നിങ്ങൾക്കിത് പറ്റും. ഓക്കെ, ഇനി എന്ത് ചെയ്യാം, ഇവനെ അത് അങ്ങനെ തന്നെ ആയതുകൊണ്ട് എന്താ, ഇതിലിനി z പ്ലസ് 2ലാണ് എക്സ്പാൻഷൻ വേണ്ടത്, ഇത് അതിലല്ലേ കിടക്കുന്നത്. അപ്പം ഇനി ഇതിനൊന്നും ചെയ്യണ്ട. ഇതിന് ഇനി എന്ത് ചെയ്യാം, നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ മറ്റേ മെക്ലൗറിൻ സീരീസിലല്ല, ടെയ്ലേഴ്സ് സീരീസിൽ പറഞ്ഞില്ലേ, അതായത് 0 ലെസ് ദാൻ മോഡ് z പ്ലസ് 2 ലെസ് ദാൻ 1. അപ്പം നമുക്ക് ഈ ഒരു ഇന്നിക്വാളിറ്റി എടുക്കേണ്ട, നമുക്ക് ഈ ഒരു ഇന്നിക്വാളിറ്റി എടുത്താൽ z പ്ലസ് 2 ലെസ് ദാൻ 1 എടുക്കുക. അപ്പോൾ z എന്ന് പറയുന്നത് എവിടെയാണ് കിടക്കുന്നത്, z എന്ന് പറയുന്നത് ന്യൂമറേറ്ററിലാണ് കിടക്കുന്നത്. z ന്യൂമറേറ്ററിലാണ് കിടക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് കോമൺ എടുക്കണം, ഈ -1 കോൺസ്റ്റൻറ്റ് കോമൺ എടുക്കണം. ഓക്കെ, ഇനിയിപ്പോൾ z ഡിനോമിനേറ്ററിലാണ് കിടക്കുന്നതെങ്കിൽ, അതായത് ഇപ്പോൾ 1/3
മോഡ് ഇസഡ് പ്ലസ് 2 എന്നോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ നമുക്ക് എന്ത് കോമൺ എടുക്കണം? ഇസഡ് വേണം കോമൺ എടുക്കാനായിട്ട്. ഓക്കെ, ആ ഒരു പോയിന്റ് ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ -1 കോമൺ എടുത്തു. കോമൺ എടുത്തപ്പോൾ ഇങ്ങനെ വന്നു, ഈ മൈനസും മൈനസും ക്യാൻസലായി പോയി, ഇങ്ങനെ കിട്ടും. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഇതിനെ മേലേക്ക് വയ്ക്കുക. അപ്പോൾ ഇതെന്ത് വരും? 1 മൈനസ് ഇസഡ് പ്ലസ് 2 ഓൾ റേസ് ടു -1. ഇത് ഏത് ഫോർമുല? 1 മൈനസ് എക്സ് റേസ് ടു -1 ഫോർമുലയാണ്. എന്നിട്ട് നിങ്ങൾ ജസ്റ്റ് ആ ഫോർമുലയിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മൾ ഇന്നലെ പറഞ്ഞായിരുന്നു, ഇപ്പോൾ 1 മൈനസ് എക്സ് ഓൾ റേസ് ടു -1 ആണ്. ഈ ഫോർമുല എങ്ങനെ വരും? 1 പ്ലസ് എക്സ് പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് 1 ബൈ ഓക്കെ, അപ്പോൾ 1 പ്ലസ് എക്സ് പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സെട്ര. അപ്പോൾ ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് എന്താ കിടക്കുന്നത്? ഇസഡ് പ്ലസ് 2 ആണ്. അപ്പോൾ എന്ത് വരും? 1 പ്ലസ് ഇസഡ് പ്ലസ് 2 പ്ലസ് ഇസഡ് പ്ലസ് 2 ഓൾ സ്ക്വയർ പ്ലസ് എക്സെട്ര. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പിള്ളേരെ നിങ്ങൾ ഓർക്കുക. ലോറൻസ് സീരീസ് എന്തായാലും പരീക്ഷയ്ക്ക് ചോദിക്കും. ഇത് അല്പം എന്താണ്, നമ്മളൊന്ന് അറേഞ്ച് ചെയ്തിട്ട് വേണം. ഇവിടം വരെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടേക്കുന്നതാണ്. എന്നിട്ടാണ് നമ്മൾ ലോറൻസ് സീരീസിലേക്ക് കടന്നത്. ചില പ്രോബ്ലത്തിൽ ഇങ്ങനെ ഒരു അറേഞ്ച്മെൻറ്റ് വേണ്ടി വരത്തില്ല. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്തിലാണ് എക്സ്പാൻഷൻ വേണ്ടത് എന്ന് നിങ്ങൾ ആദ്യം ചിന്തിക്കുക. ഇസഡ് പ്ലസ് 2 എക്സ്പാൻഷൻ വേണ്ടത്. അതിനു വേണ്ടി നിങ്ങൾ ഇതിനെ ഇസഡ് പ്ലസ് 2 ആക്കുക. ഓക്കെ, ഇവിടെ ഇസഡ് പ്ലസ് 1 ഉണ്ട്. ഇനി 2 ആക്കാൻ വേണ്ടി ഒരു 1 ആഡ് ചെയ്യാം, മൈനസ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് അത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് സെക്കൻഡ് സ്റ്റെപ്പിലാണ് കോമൺ എടുക്കേണ്ടത്. ഓക്കെ, കോമൺ എടുക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ ഇതിപ്പോൾ ഈ ഇന്നിക്വാളിറ്റി, അതിന് വേണ്ടിയാണ് ഇന്നിക്വാളിറ്റി നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ 0 ആയതുകൊണ്ട് ഈ ഇന്നിക്വാളിറ്റി എടുക്കുന്നില്ല. നമ്മൾ ഈ ഇന്നിക്വാളിറ്റി <1 ആണ് എടുക്കുന്നത്. അതനുസരിച്ച് നമുക്ക് മനസ്സിലാകാം ഇസഡ് മേലെയാണ് കിടക്കുന്നത്. ഇസഡ് മേലെയാണെങ്കിൽ കോൺസ്റ്റൻറ്റ് വേണം എടുക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ കോൺസ്റ്റൻറ്റ് എടുത്തു, -1 എടുത്തു. അപ്പോൾ -1 എടുക്കുമ്പോൾ ഇവിടെ ബാലൻസ് എന്ത് വന്നു? 1 മൈനസ് ഇസഡ് പ്ലസ് 2. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇതിനെ മേലേക്ക് ഇരിക്കുക. ഇത് നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്ത് ശ്രദ്ധിച്ച് പഠിക്കുക, മനസ്സിലാക്കി പഠിക്കുക. ഇതെന്തായാലും പരീക്ഷയ്ക്ക് വന്നിരിക്കും. ഓക്കെ, ഇനിയിപ്പോൾ വേറൊരു ക്വസ്റ്റ്യൻ കാണിച്ചു തരട്ടെ. അതായത് ഇപ്പം നമ്മൾ കണ്ട ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞു, നമ്മൾ ഇങ്ങനെ ഒരു അറേഞ്ച്മെൻറ്റ് നടത്തിയിട്ടല്ലേ ചെയ്തത്. അങ്ങനെ ഒരു അറേഞ്ച്മെൻറ്റ് നടത്താത്ത പ്രോബ്ലംസ് ഒന്ന് കാണിച്ചു തരട്ടെ. ഇവിടെ നോക്കിക്കുക, എഫ് ഓഫ് ഇസഡ് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു 2z ബൈ ഇസഡ് പ്ലസ് 1 ഓൾ ക്യൂബ് എബൌട്ട് ഇസഡ് ഈസ് ഈക്വൽ ടു -1. അപ്പോൾ ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ ആണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നോക്കിക്കുക, ഇസഡ് ഈസ് ഈക്വൽ ടു -1. അപ്പോൾ നിങ്ങളുടെ എക്സ്പാൻഷൻ എന്തിൽ വേണം? ഇസഡ് പ്ലസ് 1 വേണം. അപ്പോൾ നോക്കിക്കുക, ഇ റേസ് ടു 2z ബൈ ഇസഡ് പ്ലസ് 1 ഓൾ ക്യൂബ്. ഇവിടെ പ്രശ്നമൊന്നുമില്ല, അങ്ങനെ സേഫ് ആക്കി മാറ്റി നിർത്തി. ഓക്കെ, അപ്പോൾ നമ്മുടെ പണി പകുതി കുറഞ്ഞു. ഇവിടെ നോക്കിക്കുക, ഇ റേസ് ടു 2z. നമുക്ക് ഇസഡിൻ്റെ സ്ഥാനത്ത് എന്താ വേണ്ടേ? ഇസഡ് പ്ലസ് 1 ആണ് വേണ്ടത്. അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? ഇ റേസ് ടു 2 ഇൻറ്റു അങ്ങനെ നിർത്തിയിട്ട് ഈ ഇസഡിൻ്റെ അവിടെ ഒരു ബ്രാക്കറ്റ് ഇട്ടിട്ട് +1 കൊടുക്കുക, -1 കൊടുക്കുക. ഓക്കെ, ഇവിടെ 2 ഇല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് ഇങ്ങനെ പോവും. ഓക്കെ, അപ്പോൾ 2 ഇവിടെ മാറ്റി നിർത്തുക. എന്നിട്ട് ഇസഡിനാണ് +1 -1 വേണ്ടത്. അപ്പം നമ്മൾ ഒരു +1 കൊടുക്കുക, -1 കൊടുക്കുക. അതാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഇനി ഈ 2 അതായത് മൾട്ടിപ്ലൈ ചെയ്യാലോ. അതായത് ഇ റേസ് ടു 2 ഇൻറ്റു ഇസഡ് പ്ലസ് 1 ഇൻറ്റു ഇ റേസ് ടു -2. ഓക്കെ, അങ്ങനെ കിട്ടും. അതായത് ഇ റേസ് ടു എം എന്ന് പറയുന്നത് എന്താ? ഇ റേസ് ടു എം ഇൻറ്റു ഇ റേസ് ടു എൻ അല്ലേ? അപ്പോൾ ഇ റേസ് ടു 2 ഇൻറ്റു ഇസഡ് പ്ലസ് 1 -1 എന്ന് പറയുന്നത് എന്താണ്? ഇ റേസ് ടു 2 ഇൻറ്റു ഈ ഇസഡ് പ്ലസ് 1 നമ്മൾ ബ്രാക്കറ്റിൽ ഒന്നിച്ച് എഴുതി. നമുക്ക് ആവശ്യമുള്ളത് അവനെ ഒന്നിച്ച് എഴുതി. ഇനി നമ്മൾ ഇവനെ ഉള്ളിലേക്ക് കൊടുക്കുമ്പോൾ 2 ഇൻറ്റു ഇസഡ് പ്ലസ് 1 -2 എന്ന് കിട്ടും. അതായത് എന്താണ്? ഇ റേസ് ടു 2 ഇൻറ്റു ഇസഡ് പ്ലസ് 1 ഇൻറ്റു ഇ റേസ് ടു -2. നിങ്ങൾ തെറ്റിച്ച് കളയരുത്. ഇനി നമുക്ക് നോക്കിക്കുക, ഇ റേസ് ടു -2 കോൺസ്റ്റൻ്റ് അല്ലേ? എക്സ്പാൻഡ് ചെയ്യാൻ ഒന്നുമില്ല. നിങ്ങൾ ഓടിപ്പോയി മറ്റേ ഇ റേസ് ടു എക്സ് അതൊന്നും ചെയ്യണ്ട. കാരണം ഇത് എക്സിലുള്ളതൊന്നുമല്ലല്ലോ, ഇത് വെറും ഒരു കോൺസ്റ്റൻ്റാണ്. ഇ റേസ് ടു -2 എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റാണ്. അപ്പോൾ ഇത് ഡിവൈഡ് ബൈ ഇസഡ് പ്ലസ് 1 ഓൾ ക്യൂബിന് സേഫ് ആയിട്ട് ഒരു സ്ഥലത്ത് നിർത്തുക. എന്നിട്ട് ഇവനെ എക്സ്പാൻഡ് ചെയ്യാം. നമുക്കറിയാം ഇ റേസ് ടു ഇസഡിൻ്റെ എക്സ്പാൻഷൻ. ഓക്കെ,
ഇ റേസ് ടു ഇസഡ് എന്ന് പറയുന്നത് എന്താണ് 1 പ്ലസ് ഇസഡ് ബൈ 1 ഫാക്ടോറിയൽ പ്ലസ് ഇസഡ് സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര. അപ്പോൾ ഇ റേസ് ടു 2 ഇൻറ്റു ഇസഡ് പ്ലസ് 1 എന്ന് പറയുമ്പോൾ എന്താണ് ഇസഡിൻ്റെ സ്ഥാനത്ത് ആര് വരും 2 ഇൻറ്റു ഇസഡ് പ്ലസ് 1 വരും. അതാണ് ഇവിടെ, അതായത് 1 പ്ലസ് 2 ഇൻറ്റു ഇസഡ് പ്ലസ് 1 ബൈ 1 ഫാക്ടോറിയൽ പ്ലസ് 2 ഇൻറ്റു ഇസഡ് പ്ലസ് 1 ബൈ 2 ഇൻറ്റു ഇസഡ് പ്ലസ് 1 ഹോൾ സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര. ക്ലിയർ ആയോ? ഒരു പ്രശ്നമില്ലല്ലോ. ഇനി വീണ്ടും അപ്പോൾ എബൌട്ട് ഇസഡ് ഈസ് ഈക്വൽ ടു -1 ആണ്. ഇവിടെ ഇൻഇക്വാളിറ്റി ഒന്നും തന്നിട്ടില്ല എന്നോർത്ത് ഒന്നും ടെൻഷൻ അടിക്കേണ്ട, കാരണം അങ്ങനെ ഒരു ഇത് വരുന്നില്ല. ഇൻഇക്വാളിറ്റി വരുന്നത് എങ്ങനെയാണ്, ഇങ്ങനെ വരുമ്പോൾ ഒരു കോമൺ എടുക്കാൻ ഉള്ള സമയത്താലോ ഈ ഇൻഇക്വാളിറ്റിയുടെ പ്രയോജനം വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് മൂന്നും ഡിഫറെൻ്റ് ആയിട്ടുള്ളതാണ്, ഇതിൻ്റെ അപ്പുറത്തേക്ക് ചോദിക്കത്തില്ല. അപ്പോൾ നിങ്ങളത് പഠിച്ചു വെക്കണം, മൂന്നും മനസ്സിലാക്കി വെക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കിക്കേ, ഫൈൻഡ് ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ എഫ് ഓഫ് ഇസഡ് -2z + 3 ബൈ ഇസഡ് സ്ക്വയർ -3z + 2 വിത്ത് സെൻറ്റർ 0 ഇൻ മോഡ് ഇസഡ് ഈസ് ഈക്വൽ ടു 1. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്, ഇവിടെ ഇൻഇക്വാളിറ്റി തന്നിട്ടുണ്ട്, അല്ലാണ്ട് ഈ പറയുന്ന എബൌട്ട് അങ്ങനെ ഒന്നും തന്നിട്ടില്ല. അപ്പം നമ്മൾ എന്താ സാധാ ചെയ്യണ പോലെ തന്നെ ചെയ്യാം. ഇവിടെ നോക്കിക്കേ, ഇതിൻ്റെ ഡിഗ്രി എന്താണ് 1 ആണ്. ഓക്കെ, ഇസൻ്റെ ഡിഗ്രി എന്താ 1 അല്ലേ, പക്ഷെ ഇവിടെ ഇസൻ്റെ ഡിഗ്രി എന്താ 2 അല്ലേ. അപ്പോൾ ഡിഫറെൻറ്റ് സൈൻ അല്ലേ, ഡിഫറെൻ്റ് അല്ലേ. അപ്പം നമ്മൾ എന്ത് യൂസ് ചെയ്യണം, പാർഷ്യൽ ഫ്രാക്ഷൻ യൂസ് ചെയ്യാം. -2z + 3 അങ്ങനെ തന്നെ എഴുതുക. ഇതിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് ലീനിയർ ഫാക്ടറായിട്ട് എഴുതൂലേ, ഇസഡ് സ്ക്വയർ -3z + 2, അതായത് പ്രൊഡക്റ്റ് 2ഉം സമ്മ് -3ഉം വരുന്ന രീതിയിൽ എഴുതുന്നത് എങ്ങനെയാണ്, അതായത് പ്രൊഡക്റ്റ് 2 വേണം, സമ്മ് -3 വേണം. അതായത് 2 × 1 എന്ന് പറയുന്നത് 2 ആണ്, -2 × -1 എന്ന് പറയുന്നത് 2 ആണ്, -2 - 1 എന്ന് പറയുന്നത് -3 അല്ലേ. അപ്പോൾ എങ്ങനെ ഫാക്ടറൈസ് ചെയ്യാം, ഇസഡ് -2 × z -1. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കിക്കേ, ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ എന്താണ് ഇങ്ങനെ ലീനിയർ ഫാക്ടർ ആയിട്ടാണ് തന്നേക്കുന്നത്. അപ്പം നമുക്ക് ഡയറക്റ്റ്ലി ഇങ്ങനെ പോവാം. പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ അങ്ങനെ ലീനിയർ ഫാക്ടർ ആയിട്ടല്ല തന്നേക്കുന്നത്. അപ്പോൾ ലീനിയർ ഫാക്ടർ ആക്കിയിട്ട് പാർഷ്യൽ ഫ്രാക്ഷൻ കൊടുക്കുക. നിങ്ങൾ ദയവ് ഇത് സ്കിപ്പ് ചെയ്ത് കളയരുത്, ഇതൊന്ന് പഠിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും. കാരണം 3, 4, 5 മാക്സിമം സ്കോർ ചെയ്യാൻ നോക്കുക, ഏറ്റവും എളുപ്പമുള്ള കാര്യങ്ങളത്. ഇനി എന്ത് ചെയ്യുക, ഈക്വൽ ടു a/z -1 പ്ലസ് b/ അടുത്തത് എടുക്കുക, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് -2z + 3 ഈക്വൽ ടു a × ഇത് പ്ലസ് b × ഇത്. എന്നിട്ട് എയുടെയും ബിയുടെയും വാല്യൂ ഫൈൻഡ് ചെയ്യുക. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഒന്നും കൂടി പറയാം. നമുക്ക് ആദ്യം ഇപ്പോൾ ബിയുടെ വാല്യൂ ആണ് കിട്ടേണ്ടതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, എയിനെ ഇല്ലാണ്ടാക്കി കളഞ്ഞാൽ പോരെ. എയിനെ ഇല്ലാണ്ടാക്കി കളയണമെങ്കിൽ ഇസഡിന് എന്ത് വേണം, 2 വേണം. അപ്പോൾ 2 - 2 0 ആയി പോയില്ലേ, അപ്പോൾ മൊത്തം 0 ആയി പോകും. അപ്പോൾ ഇവിടെ 2 എടുക്കുമ്പോൾ 2 - 1 1. അപ്പോൾ 1 × b ഈക്വൽ ടു, ഇവിടെ ഇസഡിന് എന്താ കൊടുത്തത് 2 അല്ലേ, അത് തന്നെ ഇവിടെയും കൊടുക്കുക. അതായത് -2 × 2 + 3 എന്ന് പറയുന്നത് എന്താണ്, -1. b = -1. ഓക്കെ, പാർഷ്യൽ ഫ്രാക്ഷൻ നമ്മൾ +2 പഠിച്ച കാര്യങ്ങളാണ്, അത് ഓർക്കുന്നില്ലെങ്കിൽ അത് മനസ്സിലാക്കുക. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ ഇതുപോലെ എഴുതി. ഇനി എന്ത് ചെയ്താൽ മതി, -1/z -1 പ്ലസ് -1/z -2. അപ്പോൾ നമുക്ക് യൂസ് ചെയ്യേണ്ട, ഇപ്പോൾ ലോറൻസ് സീരീസ് എക്സ്പാൻഷനിലായിക്കോട്ടെ ടെയ്ലർ സീരീസ് എക്സ്പാൻഷനിലായിക്കോട്ടെ, നമ്മൾ യൂസ് ചെയ്യുന്നത് ഏത് ഫോർമുലാസാണ്, 1 - z all raised to -1, 1 + z all raised to -1, അങ്ങനത്തെ ഫോർമുലാസാണ്. അല്ലെങ്കിൽ 1 + 2 1 + z all raised to -2, അങ്ങനെയുള്ള ഫോർമുലാസാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നോക്കിക്ക്, ഇവിടെ -1/z -1. അപ്പോൾ ജസ്റ്റ് ഇവിടെ നിന്ന് എന്ത് കോമൺ എടുക്കുക, ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ, നിങ്ങൾ ഈ -1 കോമൺ എടുക്കുക. അപ്പോൾ -1 കോമൺ എടുക്കുമ്പോൾ എന്ത് വരും, ഇവിടെ റിമൈനിങ് 1, ഇവിടെ നിന്ന് -1 കോമൺ എടുക്കുമ്പോൾ 1 - z പ്ലസ് -1 ഡിവൈഡ് ബൈ ഇതിൽ നിന്ന് -2 കോമൺ എടുത്ത് നോക്കാം. ഓക്കെ, അങ്ങനെ എടുക്കുമ്പോൾ -1/-2 × 1 - ഇസഡിൽ നിന്ന് 2 എടുക്കുമ്പോൾ എന്താണ്, അടിയിൽ വരും.
ഓക്കെ, ഇസഡിൽ നിന്ന് 2 പുറത്തേക്ക് എടുക്കുമ്പോൾ റിമൈനിങ് Z/2 വരും. ഇനി നിങ്ങൾക്ക് സംശയം ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കി. -2 ഇൻറ്റു -Z/2 എന്ന് പറയുന്നത് എന്താണ്? Z അല്ലേ? ഓക്കെ, ഇനി ഇതിന് മേലെ കയറ്റിയ ഫോർമുല അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇത്രയും നിങ്ങൾ പഠിച്ചു വെക്കണം, എന്തായാലും പരീക്ഷയ്ക്ക് വന്നിരിക്കും. ഓക്കെ, അപ്പം നമ്മൾ ഇതിൽ 3 ടൈപ്സും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി ഒരു പ്രോബ്ലം കൂടി നിങ്ങൾക്കൊന്ന് ക്ലിയർ ആവാൻ വേണ്ടി ജസ്റ്റ് ഒരു പ്രോബ്ലം കൂടി നോക്കാം. ഇവിടെ നോക്കിക്കേ, ഫൈൻഡ് ദ ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ ഓഫ് എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു 1/z മൈനസ് ഇസഡ് ക്യൂബ് ഇൻ 1 ലെസ് ദാൻ മോഡ് ഇസഡ് പ്ലസ് 1 ലെസ് ദാൻ 2. ഓക്കെ അല്ലേ? എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് എന്താണ്? ഇത് അങ്ങനെ തന്നെ നിരത്തി പിടിച്ച് എഴുതുക. ഓക്കെ, ഇവിടുത്തെ ഡിഗ്രി എന്താണ്? ഡിഗ്രി എന്ന് പറയുന്ന ഒരു ഇസഡ് ടേം ഇല്ല, അതായത് Z⁻0 ഡിഗ്രി 0യും ഇവിടെ 1ഉം. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? പാർഷ്യൽ ഫ്രാക്ഷൻസ് യൂസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ പാർഷ്യൽ ഫ്രാക്ഷൻസ് യൂസ് ചെയ്യാൻ വേണ്ടി ഇതിനെ ലീനിയർ ഫാക്ടേഴ്സ് ആക്കണ്ടേ? ലീനിയർ ആയിട്ടാണോ കിടക്കുന്നത്, അല്ലെങ്കിൽ ഡിഗ്രി 1 ആയിട്ടാണോ കിടക്കുന്നത്? അല്ല. അപ്പോൾ Z-Z³ നിന്ന് നമുക്ക് എന്ത് കോമൺ എടുക്കാം? മാക്സിമം Z കോമൺ എടുക്കാം. അപ്പോൾ Z ഇൻറ്റു 1 മൈനസ് Z², A സ്ക്വയർ മൈനസ് B സ്ക്വയർ എന്ന് പറയുന്നത് എന്താ? A മൈനസ് B ഇൻറ്റു A പ്ലസ് B. ഓക്കെ, ഇതിപ്പോൾ 1 മൈനസ് Z² എന്തിലേക്ക് എടുക്കുന്നത്? A സ്ക്വയർ മൈനസ് B സ്ക്വയർ ഫോമിലേക്ക് എടുക്കുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് 1 മൈനസ് Z ഇൻറ്റു 1 പ്ലസ് Z. ഇനി നമ്മൾ എന്ത് ചെയ്യുക? A/Z പ്ലസ് B/1 മൈനസ് Z പ്ലസ് C/1 പ്ലസ് Z കൊടുക്കുക. എന്നിട്ട് 1 ഈക്വൽ ടു. ഓക്കെ, എന്നിട്ട് എന്താണ്? ശരി, നോക്കിക്കേ, എന്നിട്ട് നമ്മൾ 1 ഈസ് ഈക്വൽ ടു A ഇൻറ്റു 1 മൈനസ് Z പ്ലസ് A ഇൻറ്റു 1 മൈനസ് Z ഇൻറ്റു 1 പ്ലസ് Z പ്ലസ് B ഇൻറ്റു 1 മൈനസ് Z ഓൾറെഡി ഇവിടെ ഉണ്ട്, അപ്പോൾ അത് എടുക്കണ്ട. Z ഇൻറ്റു 1 പ്ലസ് Z പ്ലസ് C ഇൻറ്റു ബാക്കിയത്തെ 2 കാര്യങ്ങൾ. എന്നിട്ട് വേണം പാർഷ്യൽ ഫ്രാക്ഷൻ യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ മാക്സിമം ചെയ്യുക. മനസ്സിലായോ? അപ്പോൾ ഇത് പഠിച്ചു പോയാൽ നിങ്ങൾക്ക് എളുപ്പമല്ലേ? നിങ്ങൾക്ക് മനസ്സിലായില്ല, ഒന്നുകൂടി പറയാം. 1 ഈസ് ഈക്വൽ ടു A ഇൻറ്റു, ഇവിടെ Z ഉണ്ടല്ലോ, അതുകൊണ്ട് ഇവനെ എടുക്കണ്ട, ബാക്കിയുള്ളവരെ എടുക്കുക. ഓക്കെ, മറ്റേടത്ത് നമ്മൾ A ഇൻറ്റു ഇവനെ എടുത്തു, B ഇൻറ്റു ഇവനെ എടുത്തു. ഇവിടെ 3 എണ്ണം വന്നില്ലേ, അതുകൊണ്ടാണ് ഇങ്ങനെ എടുക്കുന്നത്. 1 മൈനസ് Z, A ഇൻറ്റു ഇവനെ എടുക്കണം പ്ലസ് B ഇൻറ്റു ഇവനെ എടുക്കണം, അതായത് 1 പ്ലസ് Z ഇൻറ്റു Z പ്ലസ് C ഇൻറ്റു ഇവനെ എടുക്കണം, അതായത് 1 മൈനസ് Z ഇൻറ്റു Z. അപ്പം നോക്കിക്കേ, നമ്മളൊരു Z-ന് 0 കൊടുത്തു നോക്കിക്കേ, ഈ B ടേമും ഇല്ലാണ്ടായി പോവും, C ടേമും ഇല്ലാണ്ടായി പോവും, A ഒറ്റയടിക്ക് കിട്ടും. ഓക്കെ, ഇനിയിപ്പോൾ Z-ന് 1 ഇട്ട് കൊടുത്തേ, ഈ ടേമും ഇല്ലാണ്ടായി പോവും, ഈ ടേമും ഇല്ലാണ്ടായി പോവും, കാരണം 1 മൈനസ് 1 0 ആയിപ്പോവും, ഇവിടെ 1 മൈനസ് 1 0 ആയിപ്പോവും. അപ്പോൾ ഇത് രണ്ടും ക്യാൻസൽ ആയിപ്പോവും. ഓക്കെ, അപ്പോൾ നമുക്ക് B കിട്ടും. ഓക്കെ, അങ്ങനെ എയും ബിയും സിയും ഫൈൻഡ് ചെയ്ത് വയ്ക്കുക. ഓക്കെ, ഇതിലാണ് ഒരു ചെറിയ ബുദ്ധിമുട്ട് വന്നോളൂ, ബാക്കി നിങ്ങൾക്ക് ചെയ്യാൻ എളുപ്പമല്ലേ. അപ്പം നിങ്ങൾ ഈ ഒരു ബുദ്ധിമുട്ട് കാരണം ഇത് സ്കിപ്പാക്കി കളയാൻ നിങ്ങൾക്ക് പ്രാക്ടീസോടുകൂടി നിങ്ങൾക്ക് പറ്റും. ഓക്കെ, എന്തായാലും പറ്റും. അപ്പം നിങ്ങൾ എന്നിട്ട് എന്ത് ചെയ്യുക? നിങ്ങൾക്ക് ഇതുപോലെ കിട്ടിയില്ലേ? എഫ് ഓഫ് Z ഈസ് ഈക്വൽ ടു ഈ ഒരു സെറ്റപ്പിൽ കിട്ടി. ഇനി ആസ് യൂഷ്വൽ ചെയ്യാം. ഇവിടെ 1/Z ആണ്. നമുക്കിവിടെ നോക്കിക്കേ, 1 ലെസ് ദാൻ മോഡ് Z പ്ലസ് 1 ലെസ് ദാൻ 2 എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കുക, ഇവിടെ ഈ എക്സ്പാൻഷൻ Z പ്ലസ് 1 വേണം എക്സ്പാൻഷൻ. ഓക്കെ, ഇവിടെ എബൌട്ട് Z ഈസ് ഈക്വൽ ടു -1 പറയുമ്പോൾ Z പ്ലസ് 1 വേണം. ഇവിടെ മോഡ് Z ലെസ് ദാൻ 1 എന്ന് പറയുമ്പോൾ Z-ൽ തന്നെ നിർത്തിക്കൊണ്ട് ചെയ്താൽ മതി, അതിലൊരു പ്രശ്നമൊന്നുമില്ല. ഇവിടെ നോക്കിക്കേ, എബൌട്ട് Z ഈസ് ഈക്വൽ ടു -2, അതായത് Z പ്ലസ് 2 എക്സ്പാൻഷൻ വേണ്ടത്. അല്ലെങ്കിൽ ഇവിടെ നോക്കിയാലും മനസ്സിലാവും Z പ്ലസ് 2 എക്സ്പാൻഷൻ വേണ്ടതെന്നുള്ള കാര്യം മനസ്സിലാകും. ഇനി ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഫിനിഷ് ആയി. ഇനി നമ്മൾ കൊടുക്കുകയാണ്. അപ്പം നമ്മൾ ഇന്നിക്വാളിറ്റി എടുക്കുക, എന്നിട്ട് ഓരോന്ന് സ്പ്ലിറ്റ് ആക്കി എഴുതുക. ഓക്കെ, ഇവിടെ 0 കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ വന്നതുകൊണ്ട് നമ്മൾ ഒറ്റയടിക്ക് ഈ ഇന്നിക്വാളിറ്റി എടുത്തു. Z ന്യൂമറേറ്റർ ആയതുകൊണ്ട് കോൺസ്റ്റൻറ്റ് കോമൺ എടുത്ത് പോയി.
ഓക്കെ, പക്ഷേ ഇവിടെ എന്താ ഇങ്ങനെ കൊടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഈ ഇൻഇക്വാളിറ്റി എടുക്കുക, 1 ലെസ് ദാൻ മോഡ് ഇസഡ് പ്ലസ് 1 എടുക്കുക, പിന്നെ രണ്ടാമത് ഈ ഇൻഇക്വാളിറ്റി എടുക്കുക. ഓക്കെ, ഇനി നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, മോഡ് ഇസഡ് ലെസ് ദാൻ 1 എന്ന രീതിയിൽ വേണം ഇതിനെ അറേഞ്ച് ചെയ്യാൻ. അപ്പോൾ ഇവിടെ നോക്കിക്കേ, 1 ലെസ് ദാൻ മോഡ് ഇസഡ് പ്ലസ് 1 എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ വരണമെങ്കിൽ ഇതിന് ഇങ്ങോട്ട് കൊണ്ടുപോയാൽ പോരെ, അതായത് 1 ബൈ മോഡ് ഇസഡ് പ്ലസ് 1 ലെസ് ദാൻ 1. ഓക്കെ, അതുപോലെ തന്നെ ഇതിപ്പോൾ എന്താണ്, മോഡ് ഇസഡ് പ്ലസ് 1 ലെസ് ദാൻ 2 ആണ്. നമുക്ക് ഇവിടെ എന്ത് വേണം, 1 വേണം. അതിനുവേണ്ടി ത്രൂ ഔട്ട് 2 വെച്ച് ഡിവൈഡ് ചെയ്താൽ പോരെ. അപ്പോൾ നമ്മൾ അറേഞ്ച്മെൻറ്റ് നടത്തി. ഓക്കെ, അറേഞ്ച്മെൻറ്റ് വേണ്ടിടത്ത് നമ്മൾ അറേഞ്ച്മെൻറ്റ് നടത്തണം, എന്നിട്ട് വേണം ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ നോക്കുക, ഇവിടെ 1 ബൈ ഇസഡ് ആണ്. ഇസഡിൻ്റെ അവിടെ ഇസഡ് ആണോ വേണ്ടത്? അല്ല, നമുക്ക് ഇസഡ് പ്ലസ് 1 ആണ് വേണ്ടത്. അതുകൊണ്ട് ഒരു പ്ലസ് 1 മൈനസ് 1 ഇട്ട് ഇവനെ സെറ്റാക്കി വെച്ചു, ഇവനൊരു ബ്രാക്കറ്റ് നിർത്തി. ഓക്കെ, ഇനി അടുത്തത് 1/2 ഡിവൈഡ് ബൈ 1 മൈനസ് ഇസഡ്. ഇസഡിൻ്റെ സ്ഥാനത്ത് എന്താ വേണ്ടത്? ഇസഡ് പ്ലസ് 1 ആണ് വേണ്ടത്. അപ്പോൾ ഒരു പ്ലസ് 1 ഇടുക, മൈനസ് 1 ഇടുക. അതാണ് ഇവിടെ ചെയ്തേക്കുന്നത്. ഓക്കെ, എന്നിട്ട് ഈ ഇസഡ് പ്ലസ് 1ന് ഒന്നിച്ചെഴുതി, ഈ മൈനസ് 1 മൈനസ് 1 നമ്മൾ 2 എന്ന് എഴുതി, ബാക്കി അങ്ങനെ അങ്ങ് നിർത്തി. ഓക്കെ, ഇവിടെ എന്തെങ്കിലും വേണ്ടതുണ്ടോ? ഇല്ല, കാരണം ഇസഡ് പ്ലസ് 1ൽ തന്നെ നിൽക്കുന്നത്. ഇനി നമുക്ക് നോക്കിക്കേ, ഇവിടെ 1 ബൈ ഇസഡ് പ്ലസ് 1 മൈനസ് 1 എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് കോമൺ എടുക്കണം എന്നറിയാനായിട്ട് ഈ 3 ഇൻഇക്വാളിറ്റി, ഇവിടെ 2 ഇൻഇക്വാളിറ്റീസ് നിരത്തി പിടിച്ച് എഴുതിയിട്ടില്ലേ? അപ്പോൾ നോക്കിക്കേ, ഇവിടെ ഇസഡ് പ്ലസ് 1 ആണ് വന്നേക്കുന്നത്, അതായത് ഇസഡ് 1. ഈ ഒരു ഇൻഇക്വാളിറ്റിയിലും ഇസഡും 1ഉം വന്നേക്കുന്നില്ലേ? ഇവിടെ പക്ഷേ ഇസഡ് 1 2 വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഇൻഇക്വാളിറ്റിയാണ് എടുക്കേണ്ടത്. അപ്പോൾ ഇസഡ് എവിടെയൊക്കെ എടുക്കുന്നത്? ഡിനോമിനേറ്റർ. ഇസഡ് ഡിനോമിനേറ്ററിലായതുകൊണ്ട് നമ്മൾ എന്ത് കോമൺ എടുക്കണം? കോൺസ്റ്റൻ്റ് അല്ല കോമൺ എടുക്കേണ്ടത്, പകരം ഈ ഇസഡ് പ്ലസ് 1 ആണ് കോമൺ ആയിട്ട് എടുക്കേണ്ടത്. അപ്പോൾ ഇസഡ് പ്ലസ് 1 കോമൺ എടുക്കുമ്പോൾ എന്ത് വരും? 1 മൈനസ് കോമൺ എടുക്കുമ്പോൾ ഇവിടെ നിന്ന് ഇസഡ് പ്ലസ് 1 കോമൺ എടുക്കുമ്പോൾ റിമൈനിങ് 1 മൈനസ് ഇതിൽ നിന്ന് ഇസഡ് പ്ലസ് 1 കോമൺ എടുക്കുമ്പോൾ അടിയിൽ വരും മൈനസ് 1 ബൈ ഇസഡ് പ്ലസ് 1. ഓക്കെ, അതായത് 1 മൈനസ് 1 ബൈ ഇസഡ് പ്ലസ് 1 വരും. ഓക്കെ, ഓക്കെ, അപ്പോൾ ഇത്ര നിങ്ങൾ ഇവിടെ വരെയെങ്കിലും മാക്സിമം എഴുതി വെക്കുക, എന്നിട്ട് നിങ്ങൾ അല്ല കംപ്ലീറ്റ് തന്നെ എഴുതി വയ്ക്കുക. അപ്പോൾ നോക്കിക്കേ, ഇവിടെ ഡിനോമിനേറ്ററിലാണ് ഇത് കിടക്കുന്നത്. അപ്പോൾ ഇസഡ് ടേം വേണം എന്താണ് ഔട്ട്സൈഡ് എടുക്കാൻ. അപ്പം നമ്മൾ ഇവിടെ നിന്ന് ഇസഡ് പ്ലസ് 1 ഔട്ട്സൈഡ് എടുക്കുമ്പോൾ റിമൈനിങ് 1 മൈനസ് 1 ബൈ ഇസഡ് പ്ലസ് 1. ഇനി 1 ബൈ ഇസഡ് പ്ലസ് 1 അങ്ങനെ തന്നെ നിർത്തുക. ഇതിനെ മേലേക്ക് എത്തുമ്പോൾ എന്തൊരു 1 മൈനസ് 1 ബൈ ഇസഡ് പ്ലസ് 1 ഓൾ റേസ് ടു മൈനസ് 1, എന്നിട്ട് ആ എക്സ്പാൻഷനിലേക്ക് കൊടുത്താൽ മതി. ഓക്കെ, ഇവിടെ നോക്കിക്കേ, 2 മൈനസ് ഇസഡ് പ്ലസ് 1. ഈ ബ്രാക്കറ്റ് ഒന്ന് ഇടാൻ മറന്നു പോകരുത്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് എന്ത് കോമൺ എടുക്കണം എന്ന് അറിയാൻ വേണ്ടി ഇവിടെ 2 ഇസഡ് 1 ഒക്കെയാണ് വന്നത്. അപ്പോൾ ഈ ഇൻഇക്വാളിറ്റി ചൂസ് ചെയ്യണോ, ഈ ഇൻഇക്വാളിറ്റി ചൂസ് ചെയ്യണോ? ഇതെടുക്കണം, കാരണം ഇവിടെയാണ് ഇസഡ് 1 2 ഒക്കെ വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഇസഡ് മേലെയാണ് കിടക്കുന്നത്. അപ്പോൾ കോൺസ്റ്റൻറ്റ് വേണം കോമൺ ആയിട്ട് എടുക്കാനായിട്ട്. അപ്പോൾ എന്തെടുക്കുക? 2 കോമൺ ആയിട്ട് എടുക്കുക. അപ്പോൾ 1 മൈനസ് ഇസഡ് പ്ലസ് 1 ബൈ 2. ഇനി ആസ് യൂഷ്വൽ ചെയ്യണ പോലെ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ ആകെ നമ്മൾ ഒരു 4 പ്രോബ്ലംസ്, 1 പിന്നെ 2 3 4, ഈ 4 പ്രോബ്ലംസ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ എന്തായാലും ക്വസ്റ്റ്യൻ വരും. അതിൽ നിന്ന് നിങ്ങൾക്ക് ഈ 4 കാര്യങ്ങൾ പഠിക്കുക, അത് മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ, എന്തായാലും നിങ്ങൾക്ക് അത് കിട്ടും. ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഈ പോൾസ് ആൻഡ് റെസിഡ്യൂസ്. ഓക്കെ, അത് കഴിഞ്ഞ് വേറെ ഒന്നുകൂടി ഉണ്ട്, അത് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് പറയാം കേട്ടോ. ഇനി പിള്ളേരെ നോക്കിക്കേ, ഇനി നമ്മൾ നോക്കുന്ന പോൾസ് ആൻഡ് റെസിഡ്യൂസ്. ഇതിൽ നിന്നും ഷുവറായിട്ട് 7 മാർക്കിന് വന്നിരിക്കും. പോൾസും റെസിഡ്യൂസും കണ്ടുപിടിക്കാനായിട്ട് ചോദിച്ചിരിക്കുന്നുള്ള 100% ഉറപ്പാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ സ്റ്റെപ്പ് അനുസരിച്ച് ഫോളോ ചെയ്യാം. ആദ്യം നിങ്ങൾക്കൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ടാവുമല്ലോ, ഫംഗ്ഷൻ. ഇപ്പോൾ സപ്പോസ് 1 ബൈ ഇസഡ് മൈനസ് എ ഇൻറ്റു ഇസഡ് മൈനസ് ബി ഓൾ സ്ക്വയർ ഇൻറ്റു ഇസഡ് മൈനസ് സി ഓൾ റേസ് ടു 5 ആണ് എങ്കിൽ
ഇതിനോട് 0 ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഇസഡ് ഈക്വൽ ടു എ കിട്ടും. ഇതിനോട് 0 ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഇസഡ് മൈനസ് ബി ഹോൾ സ്ക്വയറിനോട് 0 ഇക്വേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? ഇസഡ് മൈനസ് ബി ഹോൾ സ്ക്വയർ ഈക്വൽ ടു 0. അതായത് എന്താണ്? ഇസഡ് മൈനസ് ബി ഈക്വൽ ടു 0 കിട്ടി. അതായത് ഇസഡ് ഈസ് ഈക്വൽ ടു ബി. ഓക്കെ, ഇനി ഇസഡ് മൈനസ് സി ഓൾ റേസ് ടു 5 ഈസ് ഈക്വൽ ടു 0 ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഇസഡ് മൈനസ് സി ഓൾ റേസ് ടു 5 ഈക്വൽ ടു 0 എന്ന് പറയുന്നത് ഇസഡ് മൈനസ് സി ഈക്വൽ ടു 0. അതായത് ഇസഡ് ഈക്വൽ ടു സി. ഇതാണ് നിങ്ങളുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ നോക്കിയാൽ ഇസഡ് ഈസ് ഈക്വൽ ടു എ. ഇതിൻ്റെ ഡിഗ്രി എന്താ? 1 അല്ലേ? അതുകൊണ്ട് അതിനെ സിമ്പിൾ പോൾ എന്ന് വിളിക്കുക. ഓക്കെ, ഇനി ഇതിൻ്റെ ഇസഡ് ഈസ് ഈക്വൽ ടു ബി കിട്ടിയത് എവിടെ നിന്നാ? ഇസഡ് മൈനസ് ബി ഹോൾ സ്ക്വയറിൽ നിന്നാണ്. അപ്പോൾ ഹോൾ റേസ് ടു 2 ആണ്, 1 അല്ലല്ലോ. അപ്പോൾ ഇതെന്ന് പറയുന്നത് പോൾ ഓഫ് ഓർഡർ 2 ആണ്. ഓർത്തിരിക്കുക, പോൾ ഓഫ് ഓർഡർ 2. ഇനി ഇസഡ് മൈനസ് സി ഓൾ റേസ് ടു 5, ഓൾ റേസ് ടു 5 എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ എന്താണ്? പോൾ ഓഫ് ഓർഡർ 5. ഇനി എന്തിനാ ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്തതെന്ന് വെച്ചാൽ, സിമ്പിൾ പോൾ ആണെങ്കിൽ നിങ്ങൾ റെസിഡ്യൂ കാണാനുള്ള ഇക്വേഷൻ, ഇനി മാർക്ക് ഞാൻ പറഞ്ഞു തരാം, നിങ്ങളിതിപ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇഫ് ഇസഡ് ഈസ് ഈക്വൽ ടു എ സിമ്പിൾ പോൾ ആണ് എങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ റെസിഡ്യൂ ഇസഡ് ഈസ് ഈക്വൽ ടു എ എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് ലിമിറ്റ് ഇസഡ് ടെൻസ് ടു എ ഇസഡ് മൈനസ് എ ഇൻറ്റു എഫ് ഓഫ് ഇസഡ്. ഇത് പഠിച്ചു വെക്കുക. ഓക്കെ, ഇനിയിപ്പോൾ ഇഫ് ഇസഡ് ഈസ് ഈക്വൽ ടു എ പോൾ ഓഫ് ഓർഡർ എൻ, ഇവിടെ കണ്ടില്ലേ? ഇസഡ് ഈസ് ഈക്വൽ ടു ബി പോൾ ഓഫ് ഓർഡർ 2, ഇസഡ് ഈസ് ഈക്വൽ ടു സി പോൾ ഓഫ് ഓർഡർ 5. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷനാണ് നിങ്ങൾ പഠിക്കേണ്ട, തെറ്റിപ്പോകരുത്. റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് ഇസഡ് അറ്റ് ഇസഡ് ഈസ് ഈക്വൽ ടു എ. നമ്മൾ ഫൈൻഡ് ചെയ്ത പോയിന്റിൽ റെസിഡ്യൂ എന്ന് പറയുന്നത് 1/n മൈനസ് 1 ഫാക്ടോറിയൽ ഓർഡർ n. ഇവിടെ 2, ഇത് 5. അപ്പോൾ n എന്ന് പറയുന്നത് എന്താണ്? ഇവിടെയാണെങ്കിൽ n2, ഇവിടെയാണെങ്കിൽ n5. ഓക്കെ, ലിമിറ്റ് ഇസഡ് ടെൻസ് ടു എ ഡി n മൈനസ് 1 ബൈ ഡി ഇസഡ് റേസ് ടു n മൈനസ് 1. അതായത് ഇസഡ് മൈനസ് എ ഓൾ റേസ് ടു എൻ, എന്നിൻ്റെ സ്ഥാനത്ത് ഇപ്പോൾ 2 ആണ്, 2 കൊടുക്കുക ഇൻറ്റു എഫ് ഓഫ് ഇസഡ് ചെയ്തിട്ട് അതിൻ്റെ ഡെറിവേറ്റീവ് കാണാൻ ഉദ്ദേശിക്കുന്നത്. പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഓക്കെ, ഇനി നിങ്ങളിവിടെ നോക്കിക്കേ, ഫൈൻഡ് പോൾസ് ആൻഡ് റെസിഡ്യൂസ് ഓഫ് എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു ഇസഡ് പ്ലസ് 1 ബൈ ഇസഡ് സ്ക്വയർ ഇൻറ്റു ഇസഡ് മൈനസ് 2. ആദ്യം തന്നെ നിങ്ങൾ പോള് കണ്ടുപിടിക്കുക. പോള് കണ്ടുപിടിച്ചാൽ 2 മാർക്ക് ഷുവറായിട്ട് കിട്ടും. അതുകൊണ്ട് നെഗ്ലക്റ്റ് ചെയ്യരുത്. പോള് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഡിനോമിനേറ്റർ ഈക്വൽ ടു 0 ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ നോക്കി ഇസഡ് സ്ക്വയർ ഇൻറ്റു ഇസഡ് മൈനസ് 2. അപ്പോൾ ഇസഡ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 0 എന്ന് കൊടുക്കുക, ഇസഡ് മൈനസ് 2 ഈസ് ഈക്വൽ ടു 0 എന്ന് കൊടുക്കുക. അപ്പോൾ ഇസഡ് എന്ത് കിട്ടും? 0 കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഡിഗ്രി നോക്കി, ഇസഡ് ഈസ് ഈക്വൽ ടു 0 എവിടെ നിന്നാണ് കിട്ടി? ഇവിടെ നിന്നാണ് കിട്ടിയത്. ഇതിൻ്റെ ഡിഗ്രി എന്താ? 2. അപ്പോൾ പോൾ ഓഫ് ഓർഡർ 2 ആണെന്ന് മനസ്സിലായി. അപ്പോൾ നമ്മൾ ഈ ഇക്വേഷൻ വേണം യൂസ് ചെയ്യാൻ. ഇനി നോക്കിക്കേ, ഇസഡ് മൈനസ് 2 ഈക്വൽ ടു 0, അതിൽ നിന്ന് ഇസഡ് ഈസ് ഈക്വൽ ടു 2, അത് ഇവിടെ നിന്നാണ് കിട്ടിയത്. ഇതിൻ്റെ ഡിഗ്രി എന്താ? 1. അപ്പോൾ ഈ പറയുന്ന ഇക്വേഷൻ അപ്പോൾ നമ്മൾ ഇവിടെ ഇസഡ് ഈസ് ഈക്വൽ ടു 0യും ഇസഡ് ഈസ് ഈക്വൽ ടു 2 പോള് കണ്ടുപിടിച്ച് ഇത്രയത്തിന് 2 മാർക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ പോൾ ഓഫ് ഓർഡർ 2 ആയതുകൊണ്ട് നമ്മൾ ഏത് ഇക്വേഷൻ യൂസ് ചെയ്യുക? ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം. അപ്പോൾ എന്നിൻ്റെ സ്ഥാനത്ത് എന്താണ്? 2. അപ്പോൾ റെസിഡ്യൂ ഇസഡ് ഈസ് ഈക്വൽ ടു എ, എയുടെ സ്ഥാനത്ത് എന്താണ് നമ്മൾ കണ്ടുപിടിച്ച പോയിന്റ്? ഇസഡ് ഈസ് ഈക്വൽ ടു 0 എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു 1/n മൈനസ് 1 ഫാക്ടോറിയൽ. n എന്താ ഇവിടെ? ഇവിടെ n എന്ന് പറയുന്നത് 2 അല്ലേ? 2. അപ്പോൾ n മൈനസ് 1 ഫാക്ടോറിയൽ എന്ന് വെച്ചാൽ 2 മൈനസ് 1 ഫാക്ടോറിയൽ 1 ഫാക്ടോറിയൽ ലിമിറ്റ് ഇസഡ് ടെൻസ് ടു എയുടെ സ്ഥാനത്ത് ലിമിറ്റ് ഇസഡ് ടെൻസ് ടു 0 ഡി റേസ് ടു n മൈനസ് 1 ബൈ ഡി ഇസഡ് റേസ് ടു n മൈനസ് 1. n 2 ആ. സോ 2 മൈനസ് 1 എന്ന് വെച്ചാൽ 1, 2 മൈനസ് 1 2. അപ്പോൾ ഡി ബൈ ഡി ഇസഡ് കണ്ടുപിടിക്കുക. എന്തിൻ്റെ? ഇസഡ് മൈനസ് എ ഓൾ റേസ് ടു n. എ എന്ന് പറയുന്നത് 0, n എന്ന് പറയുന്നത് 2. അതായത് ഇസഡ് സ്ക്വയർ ഇൻറ്റു എഫ് ഓഫ് ഇസഡ് എന്താണ്? ഈ കാണുന്ന സാധനം അങ്ങനെ തന്നെ എടുത്തെഴുതാം. ഓക്കെ, നിങ്ങൾ ഇത് കണ്ടുപിടിച്ചിട്ട് ഈ പറയുന്ന ഇക്വേഷൻ എഴുതിയിടുക. അതുപോലെ തന്നെ ഈ പറയുന്ന ഇക്വേഷനും എഴുതിയിടുക. ഓക്കെ, അപ്പോൾ ഓരോ ഇക്വേഷനും എന്താണ്? 1 മാർക്ക് കിട്ടും. ഓക്കെ, എന്നിട്ട് നിങ്ങളിത് ഇട്ട് കൊടുക്കണമെങ്കിൽ ഒരു പ്രശ്നവുമില്ല, എന്തായാലും എല്ലാവർക്കും കിട്ടുന്ന സാധനം ഇത്. അപ്പം നമ്മൾ ഇതും ക്യാൻസലായി പോകത്തില്ലേ? ഇവിടെ ഇസഡ് സ്ക്വയർ ഉണ്ട്, ഇവിടെ ഇസഡ് സ്ക്വയർ ഉണ്ട്, മുകളിൽ ഇസഡ് പ്ലസ് 1 ഡിവൈഡ് ബൈ ഇസഡ് മൈനസ് 2. ഓക്കെ, നിങ്ങൾ ഇവിടെ എന്താണ്? ഡിനോമിനേറ്റർ റൂളാണ് അപ്ലൈ ചെയ്യേണ്ടത്.
ഓക്കെ. ഡി ബൈ ഡി ഇസഡ് ഓഫ് ഇസഡ് പ്ലസ് 1 ബൈ ഇസഡ് മൈനസ് 2. ഡിനോമിനേറ്റർ റൂൾ എന്ന് പറയുന്നത് എന്താണ്? ഡിനോമിനേറ്റർ ഇൻറ്റു, അതായത് ഇതേ ഇൻറ്റു ഡി ബൈ ഡി ഇസഡ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡി ബൈ ഡി ഇസഡ് ഓഫ് ഡിനോമിനേറ്റർ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ. അത് വെച്ചുകൊണ്ടാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഒരു മിനിറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിപ്പോൾ പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾ ഇവിടം വരെ എഴുതിയിടുക. ഓക്കെ, മാക്സിമം ഡിനോമിനേറ്റർ റൂൾ അപ്ലൈ ചെയ്യാൻ നിങ്ങൾ പഠിച്ച സാധനമല്ലേ, അത് അപ്ലൈ ചെയ്യുക. എന്നിട്ട് കിട്ടുന്ന ആൻസറിലേക്ക് ഇസഡിന് എന്ത് ഇട്ട് കൊടുക്കുക? 0 ഇട്ട് കൊടുത്താൽ മതി. അതാണ് ഇവിടെ ലിമിറ്റ് ഇസഡ് ടെൻസ് ടു 0യുടെ അർത്ഥം. ഒന്നും കിട്ടിയില്ല നിങ്ങൾ ഇവിടം വരെ എഴുതിയിടുക. ഓക്കെ, അതായത് ഈ ഇക്വേഷൻ എഴുതുക, ഇത് എഴുതുക. എന്നിട്ട് ഇനി തീർന്നോ? ഇല്ല. ഇസഡ് ഈസ് ഈക്വൽ ടു 2 എന്നത് സിമ്പിൾ പോൾ ആണ്. അതിന് കറസ്പോണ്ടിങ് ഈ ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കണ്ടേ? ഓക്കെ, അപ്പോൾ എന്താണ്? റെസിഡ്യൂ ഇസഡ് ഈസ് ഈക്വൽ ടു എയുടെ സ്ഥാനത്ത് എന്ത് കൊടുക്കണം? 2 കൊടുക്കണം. എഫ് ഓഫ് ഇസഡ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് ഇസഡ് ടെൻസ് ടു 2 ഇസഡ് മൈനസ് 2 ഇൻറ്റു എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് എന്താ? ഇസഡ് പ്ലസ് 1 ബൈ ഇസഡ് സ്ക്വയർ ഇൻറ്റു ഇസഡ് മൈനസ് 2. അതാണ് ഇവിടെ എഴുതിയിട്ടേക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇതും ക്യാൻസലായി പോകും. ഇനി നോക്കിക്കേ, ലിമിറ്റ് ഇസഡ് ടെൻസ് ടു 2 ഇസഡ് പ്ലസ് 1 ബൈ ഇസഡ് സ്ക്വയർ. ഇസഡിൻ്റെ സ്ഥാനത്ത് 2 കൊടുക്കുമ്പോൾ എന്ത് വരും? 2 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2 സ്ക്വയർ എന്ന് വരും. അപ്പോൾ എന്ത് വരും? 3/4 വരും. അത്രയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ റെസിഡി കാണേണ്ടത്. അപ്പോൾ എന്തായാലും പോൾസ് ആൻഡ് റെസിഡി പരീക്ഷയ്ക്ക് ചോദിച്ചിരിക്കും. നിങ്ങൾ പോള് കണ്ടുപിടിക്കണേ 2 മാർക്ക് കിട്ടും. ഓക്കെ, ഇവിടം വരെ കണ്ടുപിടിക്കുക. ഇനി ഇത് സിമ്പിൾ പോളാണെങ്കിൽ സിമ്പിൾ പോളാണോ അതോ പോൾ ഓഫ് ഓർഡർ n ആണോ എന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ പഠിപ്പിച്ചില്ലേ? അത് വെച്ചുകൊണ്ട് നിങ്ങൾ ഈ ഇക്വേഷനും ഈ ഇക്വേഷൻ ചൂസ് ചെയ്യുക. ഈ ഇക്വേഷൻസും നിങ്ങൾ എഴുതി വെക്കുക. അതിന് മാർക്കുണ്ട്. ഇത് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. പിന്നെ ഇവിടെ ഇപ്പോൾ ഡിനോമിനേറ്റർ റൂൾ വരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. ഓക്കെ, പക്ഷെ ഇവിടം വരെ നിങ്ങൾ ചെയ്തു വെച്ചോളണം. മനസ്സിലായോ? ഇവിടം വരെ നിങ്ങൾ ചെയ്തു വെച്ചോളണം. ഇവിടുത്തെ ഈ ഡിനോമിനേറ്റർ റൂൾ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ മാക്സിമം ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. ഈ ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുത്താൽ പോരെ. അങ്ങനെ ഇനി ഇപ്പോൾ നിങ്ങൾ ഈ പറയുന്ന ഫോർമുലയാണ് റെസിഡ്യൂ കാണാനുള്ള ഇക്വേഷൻസ്. മനസ്സിലായോ? ഇനിയിപ്പോൾ ഞാൻ വേറൊരു കാര്യം പറയുകയാണ്. ഇപ്പോൾ ഇങ്ങനെ നോക്കിക്കേ, ഫൈൻഡ് പോൾസ് ആൻഡ് റെസിഡ്യൂസ് ഓഫ് എഫ് ഓഫ് ഇസഡ് ഈസ് ഈക്വൽ ടു 1 മൈനസ് ഇ റേസ് ടു 2z ബൈ ഇസഡ് റേസ് ടു 4 എന്നാണ് പറഞ്ഞേക്കുന്നത്. പോൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക ഒന്ന് പറഞ്ഞു നോക്കി. പോള് കണ്ടുപിടിക്കാൻ ഇസഡ് റേസ് ടു 4 0നോട് ഇക്വേറ്റ് ചെയ്യുക, അതായത് ഇസഡ് ഈക്വൽ ടു 0. ഇതാണ് പോള്. ഇത് പോള് കണ്ടുപിടിച്ചതിന് 2 മാർക്ക് കിട്ടും. ഓക്കെ, ഇനി ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ. നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഈ പറയുന്ന അപ്പോൾ ഇസഡ് ഈസ് ഈക്വൽ ടു 0 പോൾ ഓഫ് എന്താണ്? ഓർഡർ 4 ആണ്. അപ്പോൾ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? ഈ ഫോർമുലയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് പകരമായിട്ട് ഞാൻ ഒരു കാര്യം പറയുകയാണ്. ഇവിടെ നോക്കിക്കേ, നിങ്ങൾക്ക് ഇവിടെ ഇസഡ് പ്ലസ് 1ൻ്റെയോ അല്ലെങ്കിൽ ഇസഡ് സ്ക്വയർ ഇസഡ് മൈനസ് 2 അതിൻ്റെ എക്സ്പാൻഷൻ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. പക്ഷെ ഇവിടെ നോക്കിക്കേ, 1 മൈനസ് ഇ റേസ് ടു 2z ബൈ ഇസഡ് റേസ് ടു 4 എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇ റേസ് ടു 2zൻ്റെ എക്സ്പാൻഷൻ നിങ്ങൾക്ക് അറിയാലോ. ഓക്കെ, അപ്പോൾ 1 ബൈ ഇസഡ് റേസ് ടു 4ന് തൊടണ്ട, അത് അങ്ങനെ തന്നെ നിർത്തുക. കാരണം അതിനൊന്നുമില്ല, എക്സ്പാൻഷൻസ് ഒന്നുമില്ല. 1 മൈനസ് ഈ ഇ റേസ് ടു 2zൻ്റെ എക്സ്പാൻഷൻ നിങ്ങൾ എഴുതുക. ഓക്കെ ആണോ? എന്നിട്ട് നിങ്ങൾ ഉള്ളിലേക്ക് കൊടുക്കുക. അപ്പോൾ 1 മൈനസ് 1 0 ആയി പോവും. പ്ലസ് റിമൈനിങ് ഇവിടെ എന്ത് വരും? 2z ബൈ 1 ഫാക്ടോറിയൽ പ്ലസ് 2z ബൈ 1 ഫാക്ടോറിയൽ എന്ന് വെച്ചാൽ 2z പ്ലസ് 4z സ്ക്വയർ. 2z ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് 4z സ്ക്വയർ ബൈ 2. 1 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1, 2 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 2. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ കാൽക്കുലേറ്ററിൽ അത് കിട്ടും. ഓക്കെ, എന്നിട്ട് 1 ബൈ ഇസഡ് റേസ് ടു 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടും. ഇതിൽ 1 ബൈ ഇസഡിൻ്റെ കോഎഫിഷ്യൻ്റ് എവിടെയാണ്? 1 ബൈ ഇസഡ് ഇത് ഇവിടെ കിടക്കുന്നുണ്ട്. 1 ബൈ ഇസഡിൻ്റെ കോഎഫിഷ്യൻ്റ് എന്താ? -4/3. അതായിരിക്കും ആൻസർ. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഇത്ര എഴുതിയാൽ ചിലപ്പോൾ ഇത് വരത്തില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? അടുത്ത ടേമും കൂടി ഇവിടെ എഴുതുക.
ഓക്കെ അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ആണ് വന്നതെങ്കിൽ നിങ്ങൾ പോൾ കണ്ടുപിടിക്കുക. അപ്പോൾ ഒന്നും കൂടി പറയാം, പോൾസ് ആൻഡ് റെസിഡ്യൂസ് ആണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ എങ്കിൽ ആദ്യം നിങ്ങൾ എന്ത് കണ്ടുപിടിക്കുക? പോൾ കണ്ടുപിടിച്ചിട്ട് നീങ്ങുക. പോൾ കണ്ടുപിടിക്കുക, റെസിഡ്യൂ കാണാൻ 2 ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഫോർമുല കിട്ടുന്നതാണ്. ഇത്ര ഓർത്താൽ മതി. ഈ മേലെ ഇപ്പോൾ e⁻²z, അതുപോലെ തന്നെ ഇപ്പോൾ e⁻² സംതിങ് അങ്ങനെ, അതുപോലെ തന്നെ എന്താണ് sin hz, അങ്ങനത്തെ ക്വസ്റ്റ്യൻസുകൾ വരുമ്പോൾ e⁻²z ഒക്കെ എക്സ്പാൻഷൻ അറിയാവുന്നതല്ലേ, അതുപോലെ തന്നെ sin hz അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നിങ്ങൾ ഈ പറയുന്നത് യൂസ് ചെയ്യുക. അല്ലാണ്ട് ഈ പറയുന്ന പോലെ പോളിനോമിയൽ ഫങ്ഷൻസ് ഒക്കെ വരുമ്പോൾ നിങ്ങൾ ഫോർമുല ഇട്ട് കൊടുക്കാം. പ്രശ്നമില്ലല്ലോ. ഇനി ഇത് നോക്കിക്കേ, ഫൈൻഡ് റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് ഇസഡ് ഈസ് ഈക്വൽ ടു ഇസഡ് ഇൻറ്റു e⁻1/z അറ്റ് ഇസഡ് ഈക്വൽ ടു 0. റെസിഡ്യൂ ആണ് കാണാൻ പറഞ്ഞേക്കുന്നത്. ഇവിടെ e⁻² കിടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് യൂസ് ചെയ്താൽ മതി? എക്സ്പാൻഷൻ യൂസ് ചെയ്താൽ മതി. ഇസഡിനെ അങ്ങനെ തന്നെ നിർത്തുക. e⁻1/z എക്സ്പാൻഷൻ, അതായത് e⁻z എക്സ്പാൻഷൻ, അതായത് 1 + z/1 ഫാക്ടോറിയൽ പ്ലസ് z²/2 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര. ഇസഡിൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കുക? 1/z കൊടുക്കുക. അത്രയും ചെയ്താൽ മതി. എന്നിട്ട് ഈ z വെച്ച് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കോഎഫിഷ്യൻ്റ് ഓഫ് 1/z കണ്ടുപിടിച്ചാൽ മതി. ഇനി ഇത് നോക്കിക്കേ, ഫൈൻഡ് റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് ഇസഡ് ഈസ് ഈക്വൽ ടു sin hz/z⁻⁴. sin hz എക്സ്പാൻഷൻ പഠിച്ചു വെക്കുക. പഠിച്ചിട്ടില്ലെങ്കിൽ എന്താണ്? z പ്ലസ് z³ ഫാക്ടോറിയൽ പ്ലസ് z⁵/5 ഫാക്ടോറിയൽ പ്ലസ് z⁻7/7 ഫാക്ടോറിയൽ. ഈ e⁻z sin hz അതിൻ്റെയൊക്കെ എന്താണ് ഇത് പഠിച്ചു വയ്ക്കുക. നമ്മൾ 4th മൊഡ്യൂളിൽ എങ്ങനെ കണ്ടുപിടിക്കണമെന്ന് പഠിച്ചില്ലേ? എന്നിട്ട് എന്ത് ചെയ്യുക? കോഎഫിഷ്യൻ്റ് ഓഫ് 1/z എടുക്കുക. അപ്പോൾ ഈ 1/z⁴ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് വേണം 1/z കോഎഫിഷ്യൻ്റ് കൊടുക്കാനായിട്ട്. അല്ലാണ്ട് ഇവിടെ നമുക്ക് കിട്ടത്തില്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്യുക? ഇപ്പോൾ 1/z⁴ z എന്ന് പറയുന്നത് എന്താ? z 1/z³ പ്ലസ് 1/z⁴ ഇൻറ്റു z³ 3 ഫാക്ടോറിയൽ, അതായത് z³ ഇൻറ്റു 3 ഫാക്ടോറിയൽ എന്ന് പറയുന്നത് എന്താ? 1/z ഇൻറ്റു 3 ഫാക്ടോറിയൽ ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം, അതായത് 6. അപ്പോൾ ഇവിടെ കോഎഫിഷ്യൻ്റ് കിട്ടി. എന്താണ്? 1/6 ആയിട്ട് കോഎഫിഷ്യൻ്റ് കിട്ടി. മനസ്സിലായോ? അപ്പോൾ ഇത്രയും നിങ്ങൾ എന്ത് ചെയ്തു വയ്ക്കാം? പഠിച്ചു വയ്ക്കാം. ഇനി നിങ്ങൾ ഒരു കാര്യം ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. അതായത് ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ വന്നെങ്കിൽ ഇത് എഴുതുന്നതിന് പ്രശ്നമില്ലല്ലോ. അതിന് വേണ്ടി പറയുന്ന എഫ് ഓഫ് ഇസഡ് ടാൻ ഇസഡ് ആണെങ്കിൽ നിങ്ങൾ സൈൻ z/cos z എന്ന് എഴുതുക. ഈ ക്വസ്റ്റ്യനിൽ മാത്രം അങ്ങനെ ചെയ്താൽ മതി. ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ഇങ്ങനെ പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഇവിടെ നോക്കിക്കേ, പോള് കണ്ടുപിടിക്കാൻ cos z ഈക്വൽ ടു 0. cos z 0 ആകുന്ന പോയിന്റ്സ് ഏതൊക്കെയാണ്? 2n+1 ഇൻറ്റു π/2ലാണ് എന്ത്? cos z 0 ആകുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ പോയിന്റ്. എ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് ഇസഡ് അറ്റ് ഇസഡ് ഈസ് ഈക്വൽ ടു ഇത് ഈക്വൽ ടു എച്ച് ഓഫ് എന്ത് ചെയ്യുക? എച്ച് ഓഫ് ഈ പോയിന്റ് ഇട്ട് കൊടുക്കുക ഡിവൈഡ് ബൈ ജി ഡാഷ് ഓഫ് ഈ പോയിന്റ് ഇട്ട് കൊടുക്കുക. അതായത് ഇത് നമ്മുടെ എച്ച് ഓഫ് ഇസഡും ഇത് ജി ഓഫ് ഇസഡും. എച്ച് ഓഫ് ഇസഡിൻ്റെ ഇസഡിൻ്റെ സ്ഥാനത്ത് ഇത് ഇട്ട് കൊടുക്കുക. ജി ഡാഷ് ഓഫ് ഇതെന്നല്ലേ പറഞ്ഞത്? അപ്പോൾ കോസ് ഇസഡിൻ്റെ ഡെറിവേറ്റീവ് ആണ്, അതായത് മൈനസ് സൈൻ ഇസഡ്, അതിലേക്ക് ഇത് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് -1 കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ എഫ് ഓഫ് ഇസഡ് ടാൻ ഇസഡ് ആയി നിങ്ങൾ ഇത് പഠിച്ചു വയ്ക്കുക. ഇത് അങ്ങനെ തന്നെ എഴുതി വയ്ക്കുക. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ ഇതുപോലെ റെസിഡ്യൂ കാണാൻ പറയും. സൈൻ hz, അതുപോലെ തന്നെ e⁻² വരുന്നു, അല്ലെങ്കിൽ e⁻1/z വരുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ സൈൻ ഇസഡോ കോസ് ഇസഡോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ നിങ്ങൾ ഇത് യൂസ് ചെയ്യുക. ഇതിപ്പോൾ നിങ്ങൾക്ക് എക്സ്പാൻഷൻ മറന്നു പോയെങ്കിൽ തന്നെ കുഴപ്പമില്ല, നിങ്ങൾ ഈ ഫോർമുലാസ് യൂസ് ചെയ്താലും പ്രശ്നമില്ല. ഓക്കെ, അപ്പോൾ പോൾസ് ആൻഡ് റെസിഡ്യൂസ് ചോദിച്ചാൽ ആദ്യം പോൾ എന്തായാലും ഫൈൻഡ് ചെയ്യണം. അതെന്തായാലും പരീക്ഷയ്ക്ക് ചോദിച്ചിരിക്കും. അത് എഴുതി വെക്കണതിന് 2 മാർക്ക് കിട്ടും. ഫോർമുലാസ് എഴുതി വെക്കണതിനും 2 മാർക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഒരു 4 മാർക്ക് സുഖമായിട്ട് സ്കോർ ചെയ്യാം. പിന്നെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണേക്കൊക്കെ തെറ്റുണ്ടോ? ഇല്ല. അപ്പോൾ അവിടെ കിട്ടും. മനസ്സിലായോ? അപ്പോൾ പഠിക്കുക കേട്ടോ. ഇനി നമ്മുടെ ലാസ്റ്റ് വരുന്നതാണ് കോഷി റെസിഡ്യൂ തിയറം. ഇതിപ്പോൾ കോഷി റെസിഡ്യൂ തിയറം സ്റ്റേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ ഇത് എഴുതി വെക്കുക. ഓക്കെ, കോഷി റെസിഡ്യൂ തിയറം പറഞ്ഞാൽ ഇത് എഴുതി വെക്കുക. അതായത് ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് ഇസഡ് ഡി ഇസഡ് എന്ന് പറയുന്നത്
2πi ഇൻറ്റു സം ഓഫ് റെസിഡ്യൂ ഇൻസൈഡ് സി. നമ്മളിവിടെ ഓരോ റെസിഡ്യൂ കണ്ടുപിടിച്ചില്ലേ? അതായത് എന്താണ്, ഈ ഒരു ക്വസ്റ്റ്യനിലാണെങ്കിൽ ഇവിടെ നമ്മൾ റെസിഡ്യൂ കണ്ടുപിടിച്ചു, പിന്നെ എന്താണ് ഇവിടെ നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? റെസിഡ്യൂ കണ്ടുപിടിച്ചു. അപ്പോൾ 2πi ചെയ്യുക, എന്നിട്ട് കണ്ടുപിടിച്ച റെസിഡ്യൂസ് ആഡ് ചെയ്യണം. ആ റെസിഡ്യൂ സിയുടെ ഉള്ളിലാണെങ്കിൽ ആ റെസിഡ്യൂസ്, സിയുടെ ഉള്ളിലാകുന്ന റെസിഡ്യൂസ് വേണം ആഡ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ബാക്കിയെല്ലാം നിങ്ങൾ അവിടെ വരെ ചെയ്യുക. അതായത് പോൾസ് കണ്ടുപിടിക്കുക, ഇക്വേഷൻ കൊടുക്കുക, നമ്മളിപ്പോൾ ചെയ്ത ആ പ്രോസസ്സ് ഫുൾ ചെയ്യുക. എന്നിട്ട് ഈ കോഷി റെസിഡ്യൂ തിയറം എഴുതി വെക്കുക, എന്നിട്ട് ആഡ് ചെയ്യുക. ഞാനൊരു ക്വസ്റ്റ്യൻ കാണിച്ചു തരാം. അപ്പോൾ നോക്കിക്കേ, അതായത് ഇപ്പം നമ്മൾ റെസിഡ്യൂസ് ഇത് നമ്മൾ ഫൈൻഡ് ചെയ്തു എന്ന് ഓർത്തോ. ഇവിടെ ഒരു റെസിഡ്യൂ കിട്ടി ഈ ക്വസ്റ്റ്യനിൽ, ഇവിടെയും ഒരു റെസിഡ്യൂ ഇപ്പോൾ സപ്പോസ് 2 എന്ന് വെല്ലാണ് കിട്ടിയെന്ന് ഓർത്തോ. നിങ്ങൾക്ക് ചിലപ്പോൾ സി, നമ്മളിപ്പോൾ നമ്മുടെ 5th മൊഡ്യൂളിൽ 4th മൊഡ്യൂളിൽ പഠിച്ചില്ലേ, സിയുടെ ഉള്ളിലാണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട്. ഇപ്പോൾ സപ്പോസ് ഇവിടെ സി ഈസ് ഈക്വൽ ടു മോഡ് ഇസഡ് ഈസ് ഈക്വൽ ടു 1 എന്നോ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഈ 2 എന്ന് പറയുന്നത് എന്താണ്, 1ൻ്റെ ഉള്ളിലാണോ കിടക്കുന്നത്? അല്ല. അപ്പോൾ അത് എടുക്കണ്ട. ഇനി ഇവിടെ ഇപ്പം 3/4 എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് നോക്കുമ്പോൾ 1ൻ്റെ ഉള്ളിലല്ലേ കിടക്കുന്നത്, അപ്പോൾ നമ്മൾ അതെടുക്കണം. അപ്പോൾ അത് വേണം ഇവിടെ ആഡ് ചെയ്യാനായിട്ട്. അപ്പോൾ മനസ്സിലായോ? അപ്പോൾ ഇത്രയും കാര്യം ജസ്റ്റ് ഞാനൊന്ന് സമ്മപ്പ് ചെയ്ത് പറയാം. നിങ്ങൾ ലോറൻസ് സീരീസ് പഠിക്കണം. ലോറൻസ് സീരീസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്, ഇപ്പോൾ ലോറൻസ് സീരീസ് ആയിക്കോട്ടെ, ടൈലർ സീരീസ് ആയിക്കോട്ടെ, നമ്മൾ യൂസ് ചെയ്യുന്ന എക്സ്പാൻഷൻസ് 1 - z all raised to -1 അല്ലെങ്കിൽ 1 - z all raised to -2 അങ്ങനെയുള്ള എക്സ്പാൻഷൻസ് ആണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെയൊക്കെയാണ് കിടക്കുന്നതെങ്കിൽ പാർഷ്യൽ ഫ്രാക്ഷനിലേക്ക് ആക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്, തെറ്റിച്ച് കളയരുത്. ഈ 4 പ്രോബ്ലംസ് പഠിച്ചിട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും. ഇതിപ്പോൾ പാർഷ്യൽ ഫ്രാക്ഷനിലേക്ക് ആക്കണം, പക്ഷേ ലീനിയർ ഫാക്ടേഴ്സിലേക്ക് ആയല്ല കിടക്കുന്നത്. അപ്പോൾ ലീനിയർ ഫാക്ടറിലേക്ക് ആക്കിയിട്ട് വേണം പാർഷ്യൽ ഫ്രാക്ഷൻ യൂസ് ചെയ്യാനായിട്ട്. ഓക്കെ, അതായത് നമ്മൾ ഇങ്ങനെ ഓർക്കുക, ലോവർ പ്രൈമറി ആദ്യം ലീനിയർ ഫാക്ടേഴ്സിലാക്കിയിട്ട് വേണം പാർഷ്യൽ ഫ്രാക്ഷൻ യൂസ് ചെയ്യാനായിട്ട്. ഓക്കെ, മനസ്സിലായോ? DLP എന്ന് ഓർക്കുക, ഡിഗ്രി ചെക്ക് ചെയ്യുക, ലീനിയർ ഫാക്ടേഴ്സിലാണോ എന്ന് നോക്കുക, പാർഷ്യൽ ഫ്രാക്ഷനിലേക്ക് ആക്കാം. അപ്പോൾ ഈ കടമ്പകൾ കടന്നിട്ട് വേണം എന്തിലേക്ക് പോകാനായിട്ട്, നമ്മുടെ ആ മെയിൻ താരത്തിലേക്ക് പോകാനായിട്ട്. പിന്നെ പോൾസ് ആൻഡ് റെസിഡ്യൂസ് പഠിച്ചു വയ്ക്കുക. എന്തായാലും സ്കിപ്പ് ചെയ്യരുത്. ഓക്കെ, എളുപ്പമുള്ള പ്രോബ്ലംസ് കിട്ടാനായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക. ഓക്കെ, കോഷി റെസിഡ്യൂ തിയറം ചോദിക്കും. അപ്പോൾ ചോദിച്ചില്ല എങ്കിൽ തന്നെ ഇത് വെച്ച പ്രോബ്ലം ആണെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന ഇത്രയും കാര്യങ്ങൾ എഴുതാനൊന്നും ബുദ്ധിമുട്ടില്ലല്ലോ. അത്ര എഴുതി കഴിഞ്ഞിട്ട് ഫോർമുലയെ ഇത് എഴുതിയിട്ട് ജസ്റ്റ് നിങ്ങൾ സിയുടെ ഉള്ളിലാണോ നോക്കുക, എന്നിട്ട് ആഡ് ചെയ്ത് വെച്ചാൽ പോരെ. അവിടെ ഒന്നും മാർക്ക് കളയരുത്. 3rd, 4th, 5th മാർക്ക് മാക്സിമം കളയാണ്ട് നിങ്ങൾ പഠിക്കാൻ നോക്കുക. എന്തായാലും നിങ്ങൾക്ക് പറ്റിയിരിക്കും. ഓക്കെ.